ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചെന്ന പരാതിയിൽ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് കൈമാറും. പക്ഷാഘാതത്തിന് ചികിത്സയിലായിരുന്ന പുന്നപ്ര സ്വദേശി ഉമൈബയ്ക്ക് മതിയായ ചികിത്സ നൽകുന്നതിൽ അനാസ്ഥയുണ്ടായെന്ന പരാതിയാണ് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചത്. ഇതേ പരാതി അന്വേഷിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നിയോഗിച്ച സംഘവും ഇന്ന് ആശുപത്രിയിൽ എത്തുന്നുണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. പക്ഷാഘാതം വന്നതിനെ തുടർന്ന് 24 ദിവസം മുൻപ് പുന്നപ്ര അഞ്ചൽ വീട്ടിൽ ഉമൈബ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും പനി ബാധിച്ച് വീണ്ടും ആശുപത്രിയിലെത്തി. ഈ 24 ദിവസത്തിനിടെ 3 തവണ കിടത്തി ചികിത്സയ്ക്ക് വിധേയയായി. പനി നിലവിട്ടതോടെ ചൊവ്വാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. കോട്ടയത്തെത്തിച്ചെങ്കിലും ബുധനാഴ്ച രാത്രി ഉമൈബ മരിച്ചു. തുടർന്നാണ് ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും മൃതദേഹവുമായി അർദ്ധരാത്രിയോടെ ആശുപത്രിയിലെത്തി പ്രതിഷേധിച്ചത്. ഇതേ തുടർന്നാണ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചത്. കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനയകുമാറിന്റെ നേതൃത്വത്തിൽ ഇന്നലെ തന്നെ അന്വേഷണം തുടങ്ങി. ഇന്ന് റിപ്പോർട്ട് പ്രിൻസിപ്പലിന് കൈമാറും. സംഭവത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും അന്വേഷണം പ്രഖ്യാപിച്ചു. കൊല്ലം മെഡിക്കൽ കോളേജ് ആശുപത്രി ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ രഞ്ജു രവീന്ദ്രൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ എസ് ശ്രീകണ്ഠൻ എന്നിവർക്കാണ് അന്വേഷണ ചുമതല. ഇവരും ഇന്ന് ആശുപത്രിയിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തും. റിപ്പോർട്ടർ, ആലപ്പുഴ.